അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബുമായി ബന്ധപ്പെട്ട അറിവുകളും വിജ്ഞാനങ്ങളുമാണ് ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ദിക്ർ ചൊല്ലുന്നവരെക്കുറിച്ചും അതിലൂടെ ലഭിക്കുന്ന നേട്ട ഗുണങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രൂപത്തിലൂടെ നാം വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് റാത്തീബുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മഹത്വങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഈ ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ചത് ഹിജ്റ 1071 റമളാൻ 27-ാം രാവിനാണ്. അതിൻ്റെ ക്രോഡീകരണം തന്നെ ഏറ്റവും മഹത്തായ ഒരു മാസത്തിലെ ഏറ്റവും പവിത്രമായ ഒരു രാവിലാണ് എന്നത് വലിയ ഒരു ശുഭപ്രതീക്ഷയും അതിൻ്റെ ഭദ്രതയുടെയും മേൽ അറിയിക്കുന്ന ഒരു കാര്യമാണ്. മുൻകഴിഞ്ഞു പോയ മഹാന്മാർ, ഇപ്പം ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, ഉസ്താദുമാർ, ഉലമാ മുഴുവനും ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന ആളുകളാണ്. ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും അനുഭവങ്ങളും അത് പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹദ്ദാദ് റാത്തീബിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ ദിക്റുകളെക്കുറിച്ചുള്ള മഹത്വങ്ങളാണ് പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്നെ ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച് പറഞ്ഞത്, മൻ വാളബ അലാ ഖിറാഅത്തി ഹാദർ റാത്തിബ് റുസിഖ ഹുസ്നൽ ഖാത്തിമ. വല്ലാത്തൊരു വാക്കാണത്. ഈ ഹദ്ദാദ് റാത്തീബ് പതിവാക്കലിൻ്റെ മേൽ ഒരാൾ തുടരുകയാണെങ്കിൽ, ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യലിൻ്റെ മേൽ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ, റുസിഖ ഹുസ്നൽ ഖാത്തിമ, അവന് അവസാനം നന്നായി മരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതെങ്കിലും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ചൊല്ലുന്ന ആളുകളെക്കുറിച്ചല്ല മഹാനവറുകൾ ഈ പറഞ്ഞത്. ഹദ്ദാദ് റാത്തീബ് എല്ലാ രാത്രികളിലും പതിവാക്കുന്ന ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കും. നല്ല മരണം അവർക്കുണ്ടാകും. സന്തോഷകരമായ രൂപത്തിൽ ഈ ലോകത്തോട് യാത്ര പറയാൻ കഴിയും എന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഉദ്ദേശവും ലക്ഷ്യവും നമ്മുടെ ജീവിതം തന്നെ അതിനാണല്ലോ. മരിക്കണ സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം, നല്ല അവസ്ഥയിൽ മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. മരണശേഷമുള്ള ജീവിതത്തിൽ, ഖബർ ജീവിതത്തിലും അതുപോലെ തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും നമുക്ക് സുഖവും സന്തോഷവും കിട്ടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അത് ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നതിലൂടെ ലഭിക്കും എന്ന് മഹാനവറുകൾ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻകഴിഞ്ഞു പോയ സൂഫിയാക്കളൊക്കെ ഹദ്ദാദ് പതിവാക്കാത്ത ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റു പല ദിക്റുകളും ഔറാദുകളും അവരുടെ ജീവിതത്തിൽ ദിനചര്യകളായി പതിവാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഹദ്ദാദ് റാത്തീബിന് പ്രത്യേകമായ പരിഗണനയും മുൻഗണനയും അവരൊക്കെ നൽകിയത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. മഹാനായ അസ്സയ്യിദ് അൽ അല്ലാമ മുഫ്തി സബീദ് സുലൈമാൻ ഇബ്നു യഹ്യൽ അഹ്ദലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. ഹദ്ദാദ് പതിവാക്കിയതിലൂടെ മഹാനവറുകൾക്കുണ്ടായ ഒരു അനുഭവം. ഇന്നി ലം യഹ്സുല്ലി ദൗഖുൻ ഫി റാത്തിബിൻ ഗൈരി റാത്തിബി സയ്യിദിൽ ഖുതുബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്. ഈ പറഞ്ഞ മഹാൻ പറയുന്നത്, ഞാൻ ഒരുപാട് ഔറാദുകളും ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും ഹദ്ദാദ് റാത്തീബിലൂടെ എനിക്ക് ലഭിക്കുന്ന ഒരു രസം, അനുഭൂതി, ആത്മീയമായ ഒരു ആസ്വാദനം മറ്റുള്ള വിർദുകളിൽ നിന്നൊന്നും എനിക്ക് ലഭിക്കുന്നില്ല.
ഹദ്ദാദ് റാത്തീബിലൂടെ എനിക്ക് ആത്മീയമായ ഒരുപാട് ഗുണങ്ങളും അതിൻ്റെ ലദ്ദത്ത് ആസ്വാദനവും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. മാത്രമല്ല, ഹദ്ദാദ് പതിവാക്കുന്നതിലൂടെ ദുന്യവിയായ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കുമൊക്കെ പരിഹാരം ലഭിക്കും എന്നത് ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. ഹദ്ദാദിലെ ഓരോ ദിക്റുകളെക്കുറിച്ചും അതിൻ്റെ മൊത്തത്തിലുള്ള മഹത്വത്തിനെക്കുറിച്ചും വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെ പല പണ്ഡിതന്മാരും രചിച്ചിട്ടുണ്ട്. അതിൽ പ്രതിപാദിച്ച ഒരു സംഭവമാണ്. മഹാനായ സജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു വർഷം ഹജ്ജിനും വേണ്ടി പുറപ്പെട്ടു. വസുർനൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജൊക്കെ കഴിഞ്ഞ് മദീനയിൽ പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു. വറജഅനാ മിനൽ മദീനത്തി, മദീനയിൽ നിന്ന് സിയാറയും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാണ്. അലിംന അന്ന ഖുത്താഅ ത്വരീഖി വാഖിഫൂന അല ദർബി, മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന വഴിമധ്യേ കൊള്ളക്കാരാകുന്ന സംഘം ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. ആ വഴിയിലൂടെ ആര് യാത്ര ചെയ്യുകയാണെങ്കിലും അവരെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു കൊള്ള സംഘത്തിൻ്റെ അരികിലൂടെയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളത്. സജ്ജാർ തങ്ങൾ പറയുകയാണ്, ഞങ്ങളങ്ങനെ ഈ കൊള്ള സംഘത്തിൻ്റെ അടുത്ത് എത്തി. പേടിച്ചുകൊണ്ട് ആശങ്കയോടുകൂടെയാണ്, എന്തും സംഭവിക്കും എന്ന രൂപത്തിലാണ് ഞങ്ങൾ ആ വഴിയിലൂടെ യാത്ര പോയത്. ഈ കൊള്ള സംഘത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തി. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? ഖറഅന റാത്തിബ സയ്യിദിന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ബിൽ ജഹ്ർ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ രചിച്ച ഹദ്ദാദ് റാത്തീബ് ഞങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ. ദിക്ർ ചൊല്ലൽ സുന്നത്താണ്, അത് ഉറക്കെ ചൊല്ലൽ വേറെ സുന്നത്തുമാണ്. ഹദ്ദാദ് റാത്തീബ് ഉറക്കെ ചൊല്ലി. മറർന അലൈഹിം, ആ കൊള്ള സംഘത്തിൻ്റെ അരികിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുപോയി. ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ ഏകദേശം ഒരു 17 മുഴം വൈദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും അടുത്തുകൂടെ അരികിലൂടെ ഞങ്ങൾ നടന്നുപോയി. അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക പോലും ചെയ്തില്ല. വഅഫാനല്ലാഹു മിൻഹും, അവരിൽ നിന്ന് അല്ലാഹു തആല ഞങ്ങൾക്ക് സംരക്ഷണം നൽകി. ബി ബറക്കത്തി ഹാദർ റാത്തിബി ഷരീഫ്, പരിശുദ്ധമായ പവിത്രമായ ഈ ഹദ്ദാദ് റാത്തീബിൻ്റെ ബറക്കത്ത് കൊണ്ടും കാരണം കൊണ്ടും ഈ വലിയ കൊള്ള സംഘത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇത് ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹദ്ദാദ് പതിവാക്കിയ ആളുകൾക്ക് ഉണ്ടായത് ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. മാത്രമല്ല, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ തന്നെ ഈ ഹദ്ദാദിനെക്കുറിച്ച് പറഞ്ഞത്, റാത്തിബുന കസ്സുവരിൽ ഹദീദിയി അലാ കാഫത്തിൽ ബലദില്ലദി യുഖറഉ ഫീഹാ, നമ്മുടെ ഈ റാത്തീബ്, ഹദ്ദാദ് റാത്തീബ് ഇരുമ്പ് കൊണ്ടുള്ള വലിയ ഒരു മതിൽക്കെട്ടാണ്, വലിയ ഒരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്. ആരുടെ മേൽ? അലാ കാഫത്തിൽ ബലദില്ലദി യുഖറഉ ഫീഹ, ഏത് നാട്ടിലാണോ ഏത് വീട്ടിലാണോ ഹദ്ദാദ് ചൊല്ലപ്പെടുന്നത് ആ നാടിനും ആ വീടിനും ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതിശക്തമായ ഭദ്രമായ ഒരു മതിലാണ്, പ്രതിരോധമാണ്, പ്രൊട്ടക്ഷനാണ് ഹദ്ദാദെന്ന് മഹാനവറുകൾ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നാം തരണം ചെയ്യാറുണ്ട്. മാരകമായ രോഗങ്ങളെ കൊണ്ട്, സാമ്പത്തികമായ ദാരിദ്ര്യം കൊണ്ട്, മാനസികമായ ടെൻഷനുകളെ കൊണ്ട്, മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹദ്ദാദ് ചൊല്ലപ്പെടുന്ന വീട്ടിൽ പ്രത്യേകമായ സംരക്ഷണമുണ്ടാകും, കാവലുണ്ടാകും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുമ്പം നമ്മുടെയൊക്കെ വീടുകൾ ഹദ്ദാദ് പതിവാക്കപ്പെടുന്ന വീടുകളാകണം.
ഹദ്ദാദ് ചൊല്ലപ്പെടാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് ഹദ്ദാദിൻ്റെ മഹത്വങ്ങൾ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലും നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോടൊപ്പം മറ്റു മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യവും അവസരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.